നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെ സ്നേഹാർദ്രതയോടുകൂടി തൊടാൻ നമുക്ക് പറ്റാറുണ്ടോ? കലൂർപ്പള്ളിയിൽ എൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഒരു 2ാം ചൊവ്വാഴ്ച ക്രിസ്മസ് കാലത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ, നല്ല പരിചയമുള്ള ആളാണ്, വ്യാകുല പിതാവിനെ പോലെ കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അടുത്ത് ചെന്നു. എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ വിതുമ്പി കരഞ്ഞ് അയാൾ പറഞ്ഞു, അച്ഛാ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു തെറ്റുപറ്റി. എൻ്റെ മകൻ, എൻ്റെ കൈപിടിച്ച് നടന്ന മകൻ പെട്ടെന്ന് വിരൽ ചൂണ്ടി എന്നോട് പറഞ്ഞു, അപ്പനെ കൊണ്ട് എന്തിനു കൊള്ളാപ്പാ. ഇയാൾ പറയുകയാണ്, അച്ഛാ, എൻ്റെ കൈപിടിച്ച് നടന്നവൻ ഇപ്പോൾ എൻ്റെ വിരൽ ചൂണ്ടി എന്നെ പുറത്താക്കുകയാണ്. എന്തൊരവസ്ഥയാണ് അച്ഛാ. പിന്നെ അയാളൊരു വാചകം പറഞ്ഞു, മറക്കില്ല ഞാൻ. അയാൾ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും ആ വലിയ വീട്ടിൽ നിധി കാക്കുന്ന ഭൂതങ്ങളെ പോലെയാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമോഡിറ്റിയാണ്. എപ്പോഴാണ് പുറത്തേക്ക് എറിയപ്പെടുക? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരരെ, നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമോഡിറ്റി പോലെ എപ്പോൾ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും എന്ന ആശങ്കയോടുകൂടി കഴിയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ണീശോയുടെ തിരുനാൾ ആഘോഷിക്കാൻ സാധിക്കുക? അവർ നിരാശയുടെ താഴ്വാരങ്ങളിലാണ്. കുന്നുകൾ നിരത്തപ്പെടുന്നതും താഴ്വരകൾ ഉയർത്തപ്പെടുന്നതും സ്വപ്നം കണ്ടവർ കാത്തിരിക്കുന്നുണ്ട്. അതെന്ന് സംഭവിക്കുമെന്ന് സ്വയം ചോദിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന യുവാവ്, അയാൾ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട്. അയാളെ കാണാൻ അമ്മയ്ക്ക് കൊതി. അമ്മ കൊതിയോടുകൂടി മകനെ കാത്തിരിക്കുകയാണെന്ന് അപ്പൻ മെസ്സേജ് വിട്ടു. അപ്പം തന്നെ മറുപടി വിട്ടു മകൻ പറഞ്ഞു, അടുത്ത ഒഴിവുകാലത്ത് വരാം, തിരക്കില്ലപ്പാ, തിരക്കാണപ്പാ, തിരക്കാണപ്പാ. അപ്പോൾ അപ്പനറിയാം അവന് തിരക്കൊന്നുമില്ല, വേണമെങ്കിൽ വരാം. ചില മക്കളുണ്ട്, അവർ കഷ്ടപ്പെട്ട് വീടിനെ സ്വപ്നം കണ്ട് കഴിഞ്ഞുകൂടുകയാണ് വിദേശ നാട്ടിൽ. ഒന്ന് വീട്ടിൽ വരാൻ പറ്റാത്തതിൻ്റെ ദുഃഖമാണ്. പെരുന്നാളൊക്കെ വരുമ്പോൾ എന്തുമാത്രം അവർ കരയാറുണ്ട്. അങ്ങനെയുള്ള മക്കളുണ്ട്. പക്ഷെ ഈ മകൻ അങ്ങനെയല്ല. പണം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് വീട്ടിലേക്കുള്ള വഴി മറന്നുപോയവനാണ്. അതുകൊണ്ടാണ് അവന് തിരക്ക്, അതുകൊണ്ടാണ് അവൻ വരാത്തതും. അപ്പം വീണ്ടും എഴുതി, എൻ്റെ മോനെ, അമ്മയ്ക്ക് വയ്യ, നിന്നെ കാണണം, ഒന്ന് വന്നുകൂടെ? അപ്പം തന്നെ മറുപടി എഴുതി, ഏറ്റവും ബെസ്റ്റ് ആശുപത്രിയിൽ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ, ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ, എല്ലാം ബെസ്റ്റ് മാത്രം അമ്മയ്ക്ക് കൊടുക്കണം. അപ്പ പൈസ അയച്ചു തരാം. അപ്പം പറഞ്ഞു, മോനെ, നീയാണ് അമ്മയ്ക്ക് ബെസ്റ്റ്, നീയാണ് അമ്മയുടെ ബെസ്റ്റ് മെഡിസിൻ, നീയാണ് അമ്മയുടെ ബെസ്റ്റ് ഡോക്ടർ. നീ വന്നാൽ അസുഖം തീരും. മകൻ പറഞ്ഞു, തിരക്കപ്പ. അമ്മ മോനെ കാത്തിരുന്ന് നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന് കരിന്തിരി പോലെ മരിച്ചു. അപ്പോൾ മകന് സമയമുണ്ടായി. അവൻ ഓടിപ്പാഞ്ഞു വന്നു. അമ്മയുടെ കാൽക്കൽ വന്ന് കാല് തൊട്ട് വന്ദിക്കാൻ തുടങ്ങുമ്പോൾ ഹിസ്റ്റീരിക്കായി അപ്പൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, തൊട്ടു പോകരുത്, അതൊരു ശവം മാത്രമാണ്. ഇപ്പോൾ ഇന്നലെ വരെ അമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡിക്ക് മക്കളെ ആവശ്യമില്ല, അവരുടെ സ്പർശം ആവശ്യമില്ല. ഇന്നലെ വന്നൊന്ന് തൊട്ടിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു നിന്റെ അമ്മ. കടന്നുപോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലിവ് ചെയ്യുന്ന ആൾക്കാണ് നിങ്ങളുടെ സ്നേഹം വേണ്ടത്. ലീവ് ചെയ്യുമ്പോഴല്ല സ്നേഹം വേണ്ടത്. ലിവ് ചെയ്യുന്ന നേരത്താണ് സ്പർശം വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർദ്രമായി സ്പർശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് കർത്താവിലേക്ക് വഴിയൊരുക്കുന്നവരായി